നമുക്കൊപ്പം ഒരു അതിഥികളുണ്ട്. ഈ അതിഥികളുടെ ഒരുപാട് അതിഥികളുണ്ട്. ഈ അതിഥികളുടെ പ്രത്യേകത എന്താണെന്നറിയാമെന്നേക്കാം. അതായത് ഇവർ അപ്പീലിലൂടെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാൻ വന്നത്. അവർ പഠിച്ച സ്കൂളിൽ തന്നെ അവർ പാട്ടുപാടി വിജയിച്ച് എ ഗ്രേഡ് നേടി. വിഭാഗം സംഘഗാന മത്സരത്തിലാണ് അവർക്ക് എ ഗ്രേഡ് നേടിയത്. പക്ഷേ അവരുടെ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുൻപ് പാട്ട് കേൾപ്പിക്കണം അല്ലെ? അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ പാട്ട് പാടിയതിനു ശേഷം നിങ്ങളുടെ വിശേഷങ്ങൾ അവരുടെ മാഷുമാര് നമുക്കൊപ്പം ഉണ്ട്, അതിലേക്ക് വരാം. അപ്പം പാട്ട് പാടിയല്ലോ. ചോരയിൽ ജീവന്റെ ചേറിൽ മുളച്ചന്ന് വിത്ത് തെയ്യത്തിറകൾ തൻ രക്തസിന്ദൂരത്തിൽ ഇന്നും ആചാരനീതി നരബലികൾ അന്ധവിശ്വാസമായി സത്യത്തിൽ ഉടലറുത്തിയിടുന്ന കാലം. നരബലികൾ അന്ധവിശ്വാസമായി സത്യത്തിൽ ഉടലറുത്തിയിടുന്ന കാലം. നാടിന്റെ നന്മയിൽ കാട്ടാള നീതികൾ അലറിപ്പുളയുന്ന നേരം. മാബലി നാടേ ഇനി എന്നിവിടെ മാമഴക്കാലങ്ങൾ പൂക്കും. മാബലി നാടേ ഇനി എന്നിവിടെ മാമഴക്കാലങ്ങൾ പൂക്കും. ലലലലാ ലാലലാ ലാലലാ ലലലലാ ലാലലാ ലാലലാ ലലലലാ 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 ലാലലാ. ഉണരൂ മനുഷ്യ നീ മണ്ണിൽ നട്ടുമുളപ്പിച്ച ഗാഥകൾ പാടിയിടാം. മാനവ സ്നേഹം ഊടും പാവം നെയ്ത വഴികളിലൂടെ പകരാം പടരാം ഈ മണ്ണിൻ നന്മകൾ വിതറാം. പടരാം പകരാം ഈ മണ്ണിൻ നന്മകൾ വിതറാം. ഏതു മഹാമാരിയെയും അതിജീവിക്കും നമ്മളെന്നും, അതിജീവിക്കും നമ്മളെന്നും. ലാലലാലലാലലാ വളരെ മനോഹരമായി തന്നെ പാടിയല്ലേ അനക? ഒപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നരബലിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണ് ഇവർ എടുത്തത്. നരബലി മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ നരബലിയിൽ തുടങ്ങി പ്രളയം വന്നു, ഇപ്പൊ വന്നു, എല്ലാം വന്നു. ഇത് ആരാ പാട്ട് എഴുതിയതാരാ? പാട്ട് എഴുതിയത് ശ്രീ സുരേഷ് നടുവത്ത്. അദ്ദേഹം ധാരാളം പാട്ടുകൾ. എൻ്റെ പേര് നോബി ബെൻഡെക്സ്. ഞാൻ ഈ സ്കൂളിലെ 30 വർഷമായി സംഗീത അധ്യാപകനായിരുന്നു. അവിടെ റിട്ടയറായി. സ്കൂളിൻ്റെ പേര് സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെസ്റ്റ് ഹിൽ. ഞാനാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത്. സുരേഷ് നടുവത്ത് സാറാണ് എഴുതിയത്. സാറിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് എഴുതാനുള്ള കാരണം? പ്രത്യേകിച്ച് ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ പാട്ട് എഴുതിയത്. അത് ഒരു പരിധി വരെ പറഞ്ഞാൽ ഞാനതിന്റെ ക്രെഡിറ്റ് നോബി സാറിനെ കൊടുക്കുക. കാരണം ഓരോ സന്ദർഭം ഉണ്ടാകുമ്പോഴും അതിന് പറ്റുന്ന ഇന്ന ഭാഷ നമുക്ക് ഇതിനെപ്പറ്റി ഒരു പാട്ട് ചെയ്താലോ എന്ന് സാറ് ചോദിക്കും. അത് ഞങ്ങൾ പാട്ട് എഴുതും ചെയ്യും. അത് സാറ് നന്നായിട്ട് ട്യൂൺ ചെയ്യും. അത് ക്ലിക്കാവും ചെയ്യും. ഈ പ്രാവശ്യം നരബലി കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതുമാതിരി തന്നെ കൊറോണയും അതുമാതിരി തന്നെ ദുരന്ത കാലങ്ങളും ഒക്കെ പിന്നിട്ടിട്ടും വീണ്ടും പുതിയ തലമുറ യുവജനോത്സവം പോലും ഒരു അതിജീവനാണ്. അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഈ പാട്ടും അതിജീവിച്ചാണ് കയറി വന്നത്. ജില്ലാതലത്തിൽ 2ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും സംസ്ഥാന തലത്തിലേക്ക് കയറി വന്ന് ഗ്രേഡ് നേടുക എന്ന് പറഞ്ഞാൽ, അതും ആ കുട്ടിയൊക്കെ ആ സ്കൂളിലെ വേദിയിൽ തന്നെ പാടാൻ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ അസുലഭമായിട്ടുള്ള ഒരു സന്ദർഭം ആ കുട്ടിയൊക്കെ കിട്ടിയത് കൂടി സന്തോഷത്തോടൊപ്പം പങ്കുവയ്ക്കും. അതെ, അപ്പോൾ എല്ലാ ആശംസകളും ഈ സ്കൂളിന് നേരുകയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റിനെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. വലിയ അഭിമാനം തോന്നുന്നു. അതായത് പഠിച്ച സ്കൂളിൽ തന്നെ അല്ലേ, പഠിച്ച സ്കൂളിൽ തന്നെ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നു. അപ്പീലിലൂടെ അവിടെ പോയി മത്സരിക്കുന്നു.
സ്കൂളിൽ തന്നെ ആ സ്റ്റേജിൽ തന്നെ അല്ലേ എ ഗ്രേഡ് അടിച്ചിട്ട് എ ഗ്രേഡ്. പോകാനും പറ്റുന്നു. അപ്പൊ നിങ്ങൾ സ്പെഷ്യൽ ചെലവ് ഞങ്ങൾക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. താങ്ക് യു.